നമുക്ക് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്ന് ഒരു ചെറിയൊരു വാക്യം വായിച്ച് ചില ചിന്തകൾ ഒരുമിച്ച് നമുക്ക് പങ്കിടാം. Let's read one of the verses from Ecclesiastes and share a small thought from it. അതിൻ്റെ 11-ാം അധ്യായം 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let's read chapter 11 verse 4. Hallelujah. എന്താണ് നമ്മൾ ഇവിടെ വായിച്ചത്? കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയും ഇല്ല. This is what we read. He who observes the wind will not sow, and he who regards the clouds will not reap. ഈ വായിച്ച ദൈവവചനത്തിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. And we can see two things specifically mentioned in that verse. ഒന്ന് കാറ്റ്, രണ്ട് മേഘം. Number 1 is wind, number 2 is clouds. അപ്പൊ ഈ കാറ്റും അതുപോലെ തന്നെ ഈ മേഘവും ഇവ രണ്ടും നമ്മുടെ ആരുടെയും നിയന്ത്രണത്തിന് വിധേയമാകത്തില്ല. I mean, so if you see the wind and the clouds cannot be controlled by human beings. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ചില പ്രവൃത്തികളുമായിട്ട് ഇവയ്ക്ക് ബന്ധമുണ്ട്. But these things are connected to certain works that we are able to do. കാറ്റിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ കാറ്റിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന ആരെങ്കിലും ഈ മനുഷ്യനെ സംബന്ധിച്ച് ഈ ഉലകത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയത്തില്ല. I mean, we can clearly say that there is no one who is able to control the wind. അതുപോലെ തന്നെ മേഘങ്ങളെ നിയന്ത്രിക്കുന്ന ആരെയും നമ്മൾ കണ്ടിട്ടില്ല. Neither and similarly we can say that there is no one who can control the clouds either. ഈ രണ്ട് കാര്യങ്ങളെ ആർക്കും നിയന്ത്രിക്കുവാനായിട്ട് കഴിയത്തില്ല. Both of these things are out of the control of man. ലോകം ഇത്രയും വളർന്നിട്ടും ശാസ്ത്രം ഇത്രയും വളർന്നിട്ടും പുരോഗമിച്ചിട്ടും ഇവയെ രണ്ടിനെയും പിടിച്ച് ഒതുക്കുവാനായിട്ട് ഒരൊറ്റ കുഞ്ഞുങ്ങൾക്കും കഴിയത്തില്ല. Even though the technology has progressed so much, both of these things are still not in control of man. എന്നാൽ ഇവിടെ ദൈവം പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് ഈ കാറ്റ് ജീവിതത്തിൽ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ അതിനെ വിചാരിക്കേണ്ട എന്നാ പറഞ്ഞിരിക്കുന്നത്. But the word of God is reminding us that for a child of God who's trusting in God, he does not need to be worried about the strong winds of life. മേഘങ്ങളെ നോക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. And he's also being encouraged to know that he doesn't need to look at where the clouds എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും നിയന്ത്രണത്തിനപ്പുറത്തായി അതീതമായി ദൈവം ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നവനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. So that means what we have to understand is that everything that is beyond our control is still in the control of God. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉത്തരം കണ്ടെത്താത്തതായിട്ടുള്ള വിഷയങ്ങൾക്കെല്ലാം ദൈവത്തിൽ കൂടെയാണ് നമുക്ക് ഉത്തരം കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത്. I mean, so there are many things in our life that do not have an answer, but all of those will find answers from God. Praise God. നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. Can we praise God? കാറ്റെന്ന് പറയുന്ന അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാറ്റ് എപ്പോഴും പ്രതിസന്ധിയാണ് കാണിക്കുന്നത്. I mean, so whenever we study about the wind, we see that as an adverse effect or adverse force. നിങ്ങൾ എല്ലാവരും ഇവിടെ രാവിലെ സമയം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. I trust all of you are there along with the word. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ When we come to Matthew chapter 8, അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നു. and verse 26 goes like this. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കൾ ആകുവാൻ എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശ്വാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. Verse 26 goes like this. But he said to them, why are you fearful, O you of little faith? Then he arose and rebuked the winds and the sea, and there was a great calm. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിലെ ഒരു സംഭവമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. What we read was one of the incidents or miracles that happened during Jesus' public ministry. കടലിൽ സംഭവിച്ചതായിട്ടുള്ള ഒരു പ്രശ്നത്തെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. We see of an incident that is happening in the middle of the sea. അവൾ ഭീരുക്കളായിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ നടുവിൽ കർത്താവ് കാറ്റിനെയും കടലിനെയും ശാസിക്കുകയാണ്. And we can see that Jesus rebukes the wind and the sea in midst of the fearful disciples.
അതിനോടുള്ള ബന്ധത്തിൽ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 39 നമ്മൾ കടന്നു വരുമ്പോൾ, And similarly, in a parallel passage in Mark chapter 4, verse 39, അവൻ കാറ്റിനെ ശ്വാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു, കാറ്റമർന്നു. I mean, it goes like this. Then he arose and rebuked the wind and said to the sea, "Peace, be still." And the wind ceased, and there was a great calm. വലിയ ശാന്തത ഉണ്ടായി എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. And it mentions that there was a great calm. അപ്പൊ കടലിനെ നിയന്ത്രിക്കുക എന്നുള്ളത് നമ്മുടെ കഴിവിന് അപ്പുറത്തായിട്ടുള്ള ഒരു കാര്യമാണ്. I mean, so it is beyond our abilities to control the sea. കാറ്റിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കഴിവിന് അപ്പുറമാണെങ്കിൽ അതിനെ അമർച്ച ചെയ്യുവാൻ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എന്തിനാണ് നമ്മുടെ ജീവിതം നമ്മൾ കുലുങ്ങുന്നത്? Similarly, to control the wind is also beyond our ability. But if we have the Lord Jesus who has control over the wind, then why should we be fearful? എന്തിനാണ് നമ്മുടെ ജീവിതം നമ്മൾ തളരുന്നത്? Why should we faint in our spiritual life? അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും നിയന്ത്രണത്തിന് അപ്പുറമായി കർത്താവ് ചിലത് ചെയ്യുമ്പോൾ നാം എന്തിനാണ് ജീവിതത്തിൽ നമ്മൾ ഭാരപ്പെടുന്നത്? I mean, why should we worry when the Lord allows certain things to happen that is beyond your control, but He is in control? അവർ ഭീരുക്കളായി എന്ന് പറയുമ്പോൾ, When the scripture says that they disciples became fearful, അവരുടെ ഭീരുത്വത്തിന്റെ പിന്നിലെ കാരണം നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുവാനായിട്ട് and കഴിയുന്നുണ്ട്. when we go to Gospel of Luke, we can see what was the source behind their fear. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 23-24 വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് നമുക്കത് കാണുവാനായിട്ട് And we കഴിയുന്നത്. can see that mentioned in Luke chapter 8, verse 23 and 24. അവിടെ കാണുവാനായിട്ട് കഴിയുന്ന അവർ പ്രാണഭയത്തിലായി. I mean, so and the scripture over there says that they were feared for life. എന്നിട്ട് അവർ പറയാണ്, നാഥാ നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ ഉണർത്തുന്നതായിട്ട് കാണുവാനായിട്ട് And we കഴിയുന്നുണ്ട്. can see that they are calling out, awaking the Lord from his sleep and saying, "Master, Master, we are perishing." കാരണം മരണം അവരുടെ മുമ്പിൽ അവർ കണ്ടിരിക്കുക. Because they are in a situation where they see death face to face. എന്നാൽ കർത്താവ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഭീരുക്കളാകുവാനായിട്ട് എന്ത്? I mean, so now we can see Jesus asking, looking at the disciples and asking, "Why are you fearful?" നിങ്ങൾ മരണഭയത്തിലാകുവാനായിട്ട് എന്തെന്ന് അവരോട് പറയുക. What is the reason you have the fear of death in your lives? അതുകൊണ്ടാണ് പറയുന്നത്, കാറ്റിനെ നമ്മൾ വിചാരിക്കണ്ട, മേഘങ്ങളെ നമ്മൾ നോക്കണ്ട. I mean, that is why we read in the first theme verse that says we do not need to look at the wind, neither should we look at the clouds. വിതയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വിതയ്ക്കുവാനായിട്ട് ധൈര്യമായിട്ട് നമ്മൾ പുറപ്പെടണം. So if you have the desire to sow, then you should have a great confidence and move on and start sowing. കൊയ്യുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മൾ കൊയ്യണം. And if you have the desire to reap, then you have to reap with great boldness. കാറ്റ് പ്രതിസന്ധിയാണ്, മേഘം പ്രശ്നമാണ് ജീവിതത്തില്. I mean, it is true that the wind stands against you and the clouds are not even present. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സധൈര്യം നമ്മൾ മുന്നോട്ട് പോകുക. But the Spirit of the Lord says, "Go move forward with great courage." ഇവിടെ കാറ്റിനെ അടയ്ക്കുവാനും അതുപോലെ തന്നെ കടലിനെ ശാന്തമാക്കുവാനും കർത്താവിന് വളരെ ഈസിയാണ്. I mean, you always remember that it is easy for the Lord Jesus to cause the calm and the winds to be at peace. കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ ഇവയെല്ലാം ശാന്തമാകും. I mean, by one word of the Lord Jesus, all of these things will be still. എന്നാൽ ഏറ്റവും പ്രയാസമേറിയ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശിഷ്യന്മാരെ കൈകാര്യം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. But if you ask what is the most difficult task in midst of this incident it's about how to deal with the disciples. അല്പവിശ്വാസികളെ എന്നൊക്കെ വിളിച്ച് അവരെ ശ്വാസിക്കണം. I mean, we can see that Jesus starts rebuking them by saying, "You of little faith." നമ്മൾ കർത്താവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ 12 ശിഷ്യന്മാർ, അവർക്ക് 12 ഹൃദയങ്ങളാണ്. I mean, so we always talk about 12 disciples, and all 12 disciples had 12 hearts. അപ്പോൾ ആ 12 ഹൃദയങ്ങളുടെ ആകുലതകളെ കർത്താവിന് ശാസിക്കണം. And now Jesus has to rebuke all of the troubles of the 12 hearts. അമർച്ച ചെയ്യുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. I mean, he has to press it down, and that is a very difficult task. ഈ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നതിനേക്കാളും ഏറ്റവും പ്രയാസമേറിയ കാര്യമാണ്. I mean, and it is a difficult task, and it is more difficult than calming the storms itself. ഇന്ന് രാവിലെ സമയം ഭയം ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ
നിങ്ങളെ മൊത്തമായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ടോട്ടലി സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിനോട് പറയണം, എന്നിലുള്ള ആ ഭയത്തെ ഇന്ന് രാവിലെ നീ പുറത്താക്കണം. Amen. Today, if there is anyone that is being driven by fear, then you need to tell the Lord Jesus, Lord, rebuke and cast away every spirit of fear that is within me. കർത്താവിനോട് പറയണം, എന്റെ ഭീരുത്വത്തെ ഇന്ന് പകൽക്കാലം നീ ഒന്ന് കൈകാര്യം ചെയ്യണം. And we should be able to say to the Lord Jesus, Lord, deal with the spirit of fear that is there within me. ആപൽക്കരമായ ദുർഘടകരമായിട്ടുള്ള സാഹചര്യത്തിൽ, Amen. When situations are challenging and troublesome, നമ്മിൽ ഓരോരുത്തരും ഉളവാകുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. and there is always two things that rise up within our lives. ഒന്ന് നമ്മുടെ അല്പവിശ്വാസം, Number one is our lack of faith. രണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയം. Amen. Number two is fear. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. And we have to understand these two things. അപ്പോൾ ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമ്മളിലുള്ള അവിശ്വാസത്തെയും, Amen. So in midst of the challenge, the lack of faith that we have, അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ വലിയ ഭയത്തെയും എടുത്തു കളയുവാൻ കഴിവുള്ളവൻ കർത്താവ് മാത്രമാണ്. Amen. Similarly, the fear also that is there within our life, both can be removed only by our Lord Jesus. അതുകൊണ്ട് നമുക്കിവിടെ ആവശ്യമായിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, So the two things that is needed for us in our lives, ദൈവം എന്റെ ജീവിതത്തിൽ അത് നിവർത്തിക്കുമോ എന്നുള്ള പൂർണ്ണമായ വിശ്വാസം നമുക്കുണ്ടാകണം. and we should have a great assurance that God will bring to pass what is needed in our life. ഒട്ടും ഭയമില്ലാത്ത ഹല്ലേലൂയ അവസ്ഥ, ഇത് രണ്ടും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്ന And it is കാര്യമാണ്. also crucial that we also experience a state where we do not have fear either. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് നമുക്ക് ഇന്ന് രാവിലെ സമയം വിശ്വസിപ്പാനായിട്ട് And കഴിയും. we should be able to have the faith that God is in control of all of the things that is beyond your control. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം ചിലരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുകയാണ്. And so for the very reason the Spirit of the Lord is strengthening certain believers over here. ജീവിതത്തിൽ ഞാൻ ഏതൊരു കാര്യത്തിൽ കൂടെ കടന്നുപോയാലും എന്റെ ജീവിതത്തിൽ അത് നിവർത്തിച്ചു തരുന്ന ഒരു കർത്താവുണ്ടെന്നുള്ള ആ വിശ്വാസത്താൽ നമ്മുടെ ഹൃദയം ഭരിക്കപ്പെടണം. Amen. Hallelujah. Our hearts should be driven by the faith that God is in control and He will lead us and help us to overcome every troublesome situation in our life. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, When we come to Matthew chapter 6 verse 30, കർത്താവ് പറഞ്ഞു, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. and the verse goes like this: Now if God so clothes the grass of the field, which today is and tomorrow is thrown into the oven, will He not much more clothe you, O you of little faith? നമ്മൾ സുവിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ 5 times 5 പ്രാവശ്യം അല്പവിശ്വാസികളെ എന്ന് കർത്താവ് സംബോധന ചെയ്തിട്ടുണ്ട്. And when we come to the Gospels, we see that at least 5 times it is repeated and emphasized: You of little faith, you of little faith, you of little faith. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ അല്പവിശ്വാസം എന്താണ്? നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നടക്കുമോ എന്നുള്ള ആകുലത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയോ. And so if you ask what is that lack of faith that we have in our life, it is the question that we ask to ourselves: Will this happen? Will this come to pass? Will this come to fulfillment? ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മുടെ ദൈവത്തെ നല്ലവണ്ണം അറിയാം. I mean, all of us sitting over here, we all know our God. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണെന്ന് അറിയാം. And we all know that He's a God who does miracles. എന്റെ ജീവിതത്തിൽ ദൈവം കാര്യങ്ങളെ നിവർത്തിച്ചു തരുന്ന ദൈവമാണെന്ന് അറിയാം. And we all know that He's a God who will bring to pass what is needed in our life. ദൈവം എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് നമുക്കറിയാം. And we all know that God will work in our lives. പക്ഷേ ആ അറിവിനു മീതെ ഒരു മേഘം ഹല്ലേലൂയ വിരിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ അറിവിനു മീതെ ഒരു മൂടൽമഞ്ഞ് വന്ന് കട്ടിപിടിച്ച ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസം സൃഷ്ടിക്കുക. But even though we have all of those knowledge, there is a great cloud that covers that knowledge and is hindering us from progressing. അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന
കാറ്റിനെ നമ്മൾ നോക്കേണ്ട. So hence for the very reason we do not look at the wind that stands against us. പ്രതിസന്ധി സൃഷ്ടിക്കുന്ന മേഘത്തെ നമ്മൾ നോക്കേണ്ട. Neither should we keep our eyes on the clouds that is against us. എന്താണ് ഈ അല്പവിശ്വാസം? എന്താണ് അതിൽ കൂടെ നമുക്ക് അർത്ഥമാക്കുവാനായിട്ട് കഴിയുന്നത്? I mean, that's what we are able to understand from the word lack of faith. അവിശ്വാസം എന്ന് പറയുമ്പോൾ ഒട്ടും വിശ്വാസമില്ലാത്ത അവസ്ഥ എന്നല്ല. I mean, so when we say there is unbelief, it doesn't mean that a state of there is absolute no, where there is no faith at all. എന്ന് പറഞ്ഞാൽ അവർ ജീവിതത്തിൽ നേരിടുന്ന ആകുലതകളിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടുള്ള വിശ്വാസമല്ല. I mean, it's not the faith to escape the troubles that comes to a person. ഭയങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടുള്ള വിശ്വാസമല്ല. It's not the faith to run away from our fears of our life. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്നതായിട്ടുള്ള കാര്യത്തിൽ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം അതെന്റെ ജീവിതത്തിൽ ചെയ്യുമെന്ന് ഉറപ്പിക്കുവാൻ പറ്റിയതായിട്ടുള്ള വിശ്വാസമല്ല. I mean, we don't have the faith that God, whatever is impossible in our life is possible by God, and that is called lack of faith. പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിൽ നാം ഓരോരുത്തരും ഇടകലരുമ്പോഴാണ് നമ്മുടെ അവിശ്വാസം പ്രശ്നമായി തീരുന്നത്. I mean, hallelujah, our unbelief starts to become a problem when we are asked to face challenges of our life. ശിഷ്യന്മാർക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുവാനായിട്ട് ബുദ്ധിമുട്ടൊന്നും അവർക്കില്ല. I mean, we can see that the disciples had no difficulty in trusting the Lord Jesus. പക്ഷേ കടല് ഇളകുന്നത് കാണുമ്പോൾ പ്രശ്നം ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. But when we see the sea start roaring, we can see that they are starting to have trouble. കാറ്റടിക്കുന്നത് കാണുമ്പോൾ പ്രശ്നം ജീവിതത്തിൽ ഉണ്ടാകുക. And when the winds start to roar, we can see that they are experiencing fear. നമുക്ക് ആർക്കും കടലിലെ കാറ്റിനെ കാണുവാനായിട്ട് കഴിയത്തില്ല. We are not able to see the winds of the sea. നമുക്ക് കാറ്റിനെ കാണണമെങ്കിൽ നമ്മൾ പുറത്തോട്ടൊന്ന് ഇറങ്ങിയാൽ, I mean, if you have to see the wind, we can go out. കാറ്റുണ്ടെങ്കിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. I mean, if there is wind, then we'd be able to recognize it. കാരണം വൃക്ഷം നിന്നാടുവാനായിട്ട് തുടങ്ങും. I mean, we can see the sign where the trees start to sway in the wind. ഇലകൾ പറന്നു പോകുന്നത് കാണുവാനായിട്ട് കഴിയും. We can see that the leaves might be flying around. വൃക്ഷത്തിന്റെ കൊമ്പുകൾ ഒടിഞ്ഞ് താഴോട്ട് വീഴുന്നത് കാണുവാനായിട്ട് It കഴിയും. is possible that we may see the branches being broken and fallen down. പക്ഷേ കടലിലെ കാറ്റിനെ എങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും? But how can we see the wind that is there in the sea? കടലിൽ കാറ്റടിച്ചു കഴിഞ്ഞാൽ വൃക്ഷങ്ങൾ ആടുന്നത് കാണുവാനായിട്ട് കഴിയത്തില്ല. I mean, so when there is wind moving over the sea, we are not able to recognize it by the trees that's there. ശരിക്കും അതൊരു അപകട കാലഘട്ടം തന്നെയാണ്. So that means it truly is a situation of danger. അപ്പോൾ യേശുവിലുള്ള വിശ്വാസം അപകടഘട്ടത്തിൽ വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ അത് ആകുലതയായിട്ട് മാറി. And we can see when the faith in Jesus came in midst of their challenge, we can see that it turned out to be a lack of faith. Praise God. നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. Can we praise God? അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ കൺട്രോളിനെല്ലാം അപ്പുറത്തായിട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ കൺട്രോളിലായിരിക്കുമെന്ന് നമ്മൾ അങ്ങ് വിശ്വസിക്കണം. We should be able to have the faith that everything that is beyond our control is absolutely in control of God. Praise God. Hallelujah. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ കൺട്രോളിലായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. And we should be assured in our heart that everything that is beyond our control is absolutely and perfectly in the control of God. നമ്മൾ 89 സങ്കീർത്തനം അതിന്റെ 8 വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, When we come to Psalms 89 verse 8, അവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുകയാണ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്നെ പോലെ ബലവാനാരുള്ളൂ. and this is how the verse goes, O Lord God of hosts, who is mighty like you, O Lord. എന്നിട്ട് താൻ പറയുകയാണ്, യഹോവേ, നിന്റെ വിശ്വസ്തത നിന്നെ ചുറ്റിയിരിക്കുന്നു. And the verse continues to say, your faithfulness also surrounds you. നീ സമുദ്രത്തിന്റെ ഗർവത്തെ അടക്കി വാഴുന്നു. I mean, you rule the raging of the sea. അതിലെ തിരകൾ പൊങ്ങുമ്പോൾ നീ അവയെ അമർത്തുന്നു. When its waves rise, you still them. Praise God. Hallelujah. Hallelujah.
Glory to God, Jesus. Hallelujah. അതുകൊണ്ട് ഈ രാവിലെ സമയം എന്ത് നമുക്ക് ആവശ്യമാണ്? നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അധൈര്യം വേണ്ട. Amen. So what do we need in our life? We should be able to put away any lack of strength. നമ്മൾ ധൈര്യത്തോട് മുമ്പോട്ട് പോകുന്നവരായിരിക്കണം. We should be people that move on in courage. അതുകൊണ്ടാണ് കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. Amen. That is why we read that he who observes the wind will not sow, and he who regards the clouds will not reap. മത്തായി സുവിശേഷം 6:25 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, When we read from Matthew chapter 6 verse 25 onwards, അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന എന്ത് തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും നിങ്ങൾ വിചാരപ്പെടരുത്. I mean, Jesus is telling us that do not be worried about what you will wear or what you will eat or what you will drink. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? Is not life more than food and the body more than clothing? അവിടെ 27, 28, 33 ഈ വാക്യങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ, When we read verses 27, 28, 33, 3 times വിചാരപ്പെടരുത് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. and all of the verses continuously point to telling us do not worry. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എതിരായിട്ടുള്ള പ്രതിസന്ധികളെ കണ്ടിട്ട് നിങ്ങൾ വിചാരപ്പെടേണ്ട കാര്യമില്ല. It means that when you see challenges that come across your life, do not worry. ആ പ്രശ്നത്തിൽ കൂടെ ഞാൻ അപ്പുറത്തു കടക്കും എന്ന് നമ്മൾ വിശ്വസിക്കണം. I mean, we should have the faith that we will go through these troubles and challenges. നമ്മുടെ മുമ്പിലുള്ള സമുദ്രത്തിൽ കൂടെ നാം നീന്തി കടക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. I mean, we should recognize that we will be able to swim across the sea that is there before us. സിംഹങ്ങൾ നിനക്ക് കേടുവരുത്തത്തില്ല എന്ന് I മനസ്സിലാക്കണം. mean, we should recognize that the lions will not harm you. തീച്ചൂള നിന്നെ കത്തിച്ച് കളയത്തില്ല എന്ന് വിശ്വസിപ്പാനായിട്ട് And കഴിയണം. you should have the faith that you will not be consumed by fire. നിനക്ക് എതിരായി എഴുതിയിരിക്കുന്ന രേഖ നിനക്ക് ദോഷം വരുത്തത്തില്ല എന്ന് നമ്മൾ I വിശ്വസിക്കണം. mean, we should have the faith that any document that is written against you will not lead to be അതുകൊണ്ട് harmed. എന്താണ് ഈ ശലോമോൻ നമ്മെ ഓർപ്പിക്കുന്നത് ചോദിച്ചാൽ, So if you ask what is Solomon reminding us over here, നമ്മുടെ ജീവിതത്തിലെ ആകുലതകളെ, പ്രശ്നങ്ങളെ സധൈര്യം നേരിടുവാനായിട്ട് നമുക്ക് കഴിയണം. we should be boldly able to face every challenge and difficulties of our life. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം കഴിഞ്ഞ സൺഡേയിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ് 6-ാം വാക്യം. I mean, we read about the verse in Philippians chapter 4 verse 6 last week. ഒന്നിനെ കുറിച്ച് നമ്മൾ വിചാരപ്പെടരുത്. Be anxious for nothing. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സ്വന്തത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത് എന്ന് നമുക്ക് കാണുവാനായിട്ട് And we കഴിയുന്നുണ്ട്. continue to read that verse, we see that, but in everything present your requests with thanksgiving to God, with thanksgiving to God. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ, നിലവുകളെ ക്രിസ്തുവേശുവിൽ കാക്കുമെന്ന് അവിടെ പറഞ്ഞിരിക്കുക. And the verse 7 goes like this, and the peace of God which surpasses all understanding will guard your hearts and minds in Christ Jesus. അതുകൊണ്ട് ഈ രാവിലെ സമയം നമ്മൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട കാര്യമില്ല. So today morning, be anxious for nothing. നമുക്ക് ദൈവത്തെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. Can we raise our hands and praise God? ഒന്നിനെ കുറിച്ച് നമ്മൾ വിചാരപ്പെടേണ്ട കാര്യമില്ല. And we do not need to be worried about anything in our life. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. But in everything by prayer and supplication with thanksgiving let your requests be made known to God. ഇന്ന് പകൽക്കാലം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, Amen. So today morning, trusting in the grace of God, ദൈവ ശബ്ദത്തിന്റെ മുമ്പാകെ നമ്മെ സമർപ്പിച്ച് ആ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുക. Amen. Let's keep trusting the voice of God and keep moving forward. ദൈവം എന്ന വെളിപ്പാടിനകത്ത് നമ്മൾ ധൈര്യത്തോട് നമ്മൾ മുമ്പോട്ട് പോകുക. Amen. We should be strengthened in the revelation of God. ഏതു പ്രതിസന്ധിയുടെ നടുവിലും കർത്താവിൽ ആശ്രയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. Amen. In midst of whatever challenge is thrown against your life, we should be able to trust God. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏതു പ്രതിസന്ധിയുടെ നടുവിലും ധൈര്യത്തോടെ കർത്താവിൽ ആശ്രയം വെച്ച് ഉറപ്പും ധൈര്യമുള്ളവരായി മുൻപോട്ട് പോകുവാനാണ് ഇന്ന് പകൽക്കാലം
ദൈവത്തിന്റെ ഈ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് And ആഗ്രഹിക്കുന്നു. the Spirit of the Lord is reminding us that whatever be the challenges in your life, we should be able to trust God and stand strong and proceed forward. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ ഭയത്തെയും എല്ലാ ആകുലതകളെയും എല്ലാ ഉത്കണ്ഠകളെയും ഹല്ലേലൂയ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സധൈര്യം മുൻപോട്ട് പോകാനാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഈ വിശുദ്ധ ദിവസത്തിൽ ഓർപ്പിക്കുന്നത്. And the Spirit of God on today morning is reminding each and every believer that we put away all of our fears and troubles into the hand of God and keep moving forward. കാറ്റിനെ ആരെങ്കിലും വിചാരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും വിത നടക്കത്തില്ല. I mean, if you are looking at the wind, then you will never be able to sow. മേഘങ്ങളെ നോക്കിക്കൊണ്ട് ഒരാൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ കൊയ്യുവാനായിട്ട് കഴിയത്തില്ല. And if you consider the clouds, then you will never be able to reap either. എന്നാൽ ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ സധൈര്യം മുൻപോട്ട് പോകുന്ന ദൈവമക്കളെയാണ് ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്. But God needs the children of God who is able to progress in midst of such challenges. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും കഷ്ടങ്ങളും നമ്മൾ അറിയാത്തതായ ഓരോരോ വിഷയങ്ങൾ ഒരുപക്ഷേ ജീവിതത്തിൽ കടന്നു വന്നെന്നിരിക്കാം. I mean, it is possible that there may be a lot of challenges thrown across our life which we are not even aware of. എന്നാൽ ദൈവം അറിയാതല്ല ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. But always remember that none of these things happen in our life without the knowledge of God. അതുകൊണ്ട് ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ ഏത് കാര്യം കടന്നു വന്നാലും അതിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു കർത്താവുണ്ടെന്നുള്ള ആ വിശ്വാസത്തിൽ വേണം നമ്മൾ ഓരോരുത്തരും മുൻപോട്ട് പോകുക. I mean, each and every one of us should move forward having the faith that everything that happens in our life is in absolute control of God. നമുക്കൊരു നിമിഷം ഹാലിൽ നമ്മുടെ കണ്ണുകളും നടയട്ടെ. I mean, can we close our eyes for a brief moment? ഈ രാവിലെ സമയം ജീവിതത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ കാറ്റും കടലും അതിൻ്റെ ഓളവും തിരമാലകളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഹല്ലേലൂയ ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളത് ഏൽപ്പിച്ചു കൊടുക്കുക. I mean, today morning if we have storms in our lives, let's give ourselves into the hands of God. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു കർത്താവുണ്ടെന്ന് വിശ്വസിക്കുക. And we should have the faith that we have a Lord Jesus who is able to control the things that we are not able to control. അവന്റെ കരങ്ങളിലേക്ക് ഈ വിഷയങ്ങളെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക എങ്കിൽ സധൈര്യം ഒരു പ്രയാസം കൂടാതെ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുമെന്നുള്ളത് ദൈവവചനം നമുക്ക് ഉറപ്പ് നൽകുന്നു. And the word of God assures us that if you are able to give everything into the hands of God, he will strengthen you and be able to allow you to move forward. കർത്താവേ രാവിലെ സമയം നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. Lord, we give ourselves unto your hands once again. ഈ ഫെബ്രുവരി മാസം 22 ഞങ്ങൾക്ക് നൽകി തന്ന ദൈവിക ആലോചനകൾക്കായി അങ്ങേ സ്തുതിക്കുന്നു. Lord, we praise you, God, for giving us the word on February 22nd. കർത്താവേ ഞങ്ങൾ കേൾക്കുന്ന വചനം അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. Lord, strengthen us to hear, progress forward based on the word that we heard. ശിഷ്യന്മാരെ പോലെ കർത്താവിനെ ഞങ്ങൾക്ക് അറിയാം എങ്കിലും പ്രതികൂല കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഈ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കർത്താവെ അതിന്റെ നടുവിൽ ഹല്ലേലൂയ ഞങ്ങൾ വിശ്വാസമില്ലാത്തവരായി മാറുകയാണ്. Lord, just like the disciples in midst of challenges, Lord, we often lose our faith even though we have a revelation of you. കർത്താവെ നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ രാവിലെ സമയം ഞങ്ങളെ സഹായിച്ചാട്ടെ. Lord, give us the grace to continue trusting in you, O Lord. തുടർന്ന് നിന്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. Lord, we pray that your Spirit of God, the Spirit of the Lord would continue strengthening us. കരങ്ങളിലേക്ക് അടിയങ്ങളെ താഴ്ത്തുന്നപ്പാ. We are submitting ourselves unto your hands, O Lord. മഹത്വമെടുക്കും യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. We ask all of this in the name of our Lord Jesus Christ. ദൈവം നമ്മെ സഹായിക്കട്ടെ.